കൊച്ചിയില് കുഞ്ചൂസ് ജാം റോൾസിൽ വന്നു കഴിഞ്ഞാൽ ജാം റോൾ ഫ്രീ ആയിട്ട് തരും. ആബ്സല്യൂട്ട് ചെറിയ പീസാണ്. ഓക്കെ, എത്ര പീസ് കൊണ്ട് കിട്ടും. ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചില്ല പോയെന്ന് പറഞ്ഞാൽ ഒരു സങ്കടമില്ല. ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദുബായ് വഴി പോകുന്ന മിക്കവരുടെയും കുഞ്ചൂസ് ജാം റോൾസ് ഒരു ചെറിയ പാക്കിങ്ങിലുണ്ടായിരിക്കും. അത് 15 ഡേയ്സിന്റെ കോഴ്സാണ്. അത് ജാപ്പനീസ് ഗവൺമെന്റ് അത് സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സാണ്. കുറച്ച് പാർട്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. ബാക്കി എങ്ങനെ ഈ കോഴ്സിലേക്ക് ഇപ്പൊ അപ്കമിങ് ഒരാള് ജപ്പാനിൽ പോയി സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? നിപ്പോൺ കേരള സെന്റർ എന്ന് പറഞ്ഞിട്ട് സെന്റർ കളമശ്ശേരിയിലുണ്ട്. അന്ന് അച്ഛൻ പരീക്ഷിച്ച പൈനാപ്പിൾ ഇപ്പം സക്സസ്ഫുള്ളി പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്. ഒരേപോലെ സെയിം റെസിപ്പി. കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ സെൻട്രലൈസ് പ്രൊഡക്ഷനാണ് ഇവിടത്തേക്കും അവിടത്തേക്കും വേണ്ടിയിട്ട്. അപ്പൊ ജാം അവിടെ നിന്ന് വരുന്നതാണ്. എന്താണ് സ്ട്രോബെറി അങ്ങനല്ല. സ്ട്രോബെറി മൂന്നാറിന്. ഓരോ കൺട്രിയിലെ സ്പെഷ്യാലിറ്റി കേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പോർച്ചുഗലിലുള്ള ബോളോഡി കോക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കോക്കനട്ട് കേക്ക് ഉണ്ട്. അത് പോർച്ചുഗലിലെ മദേര എന്ന് പറഞ്ഞ ടൗണിലെ സ്പെഷ്യാലിറ്റി കേക്കാണ്. തേങ്ങ. അപ്പോൾ അതിൽ കേരളത്തിൽ തേങ്ങ ഉള്ളതുകൊണ്ട് ആ പോർച്ചുഗലിലെ ആ സ്പെഷ്യൽ കേക്ക് നമ്മളിവിടെ ചെയ്യുന്നു. എല്ലാ ബേക്കറിയിലും ജാം റോൾസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ കുഞ്ചൂസ് ജാം റോൾ ആൾക്കാർ തേടി പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? 94 വർഷത്തെ ബേക്കിംഗ് സ്റ്റോറീസ് പറയാനുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ ബി ടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുഞ്ചൂസ് ജാം റോൾസിന്റെ ബ്രാൻഡ് സ്റ്റോറിയാണ് ഇന്നത്തെ ബി ടോക്കിൽ. വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, പരിചയപ്പെടാം. ഹായ് സർ, നമസ്കാരം. ജയൻ എന്നാണ്. ഞാൻ കുഞ്ചൂസ് ജാം റോൾസിന്റെ കൊച്ചിയിലെ എന്തെന്ന് പറയും, ഫൗണ്ടർ എന്ന് പറയാൻ പറ്റില്ല. അല്ല, കുഞ്ചൂസ് ജാം റോൾസ് അച്ഛനാണ് ഫൗണ്ട് ചെയ്തത്. അത് 1931 അദ്ദേഹത്തിന്റെ പേര് കുഞ്ചു എന്നാണ്. കുഞ്ചു. അപ്പൊ അദ്ദേഹം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കയത്തുമായിരുന്നു. അപ്പൊ അവിടെ ജാം റോൾസും പ്ലം കേക്കും പിന്നെ പല ബ്രെഡ് ബേസ്ഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അച്ഛൻ തുടങ്ങിയ ബേക്കറിയുടെ പേരെന്താ? SAC ബേക്കറി. അത് കാഞ്ഞിരപ്പള്ളിയാണ്. മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി. അതെ. മുണ്ടക്കയത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട് അച്ഛൻ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛന് 21 ഇയർ ഓൾഡ് ഓൺടർപ്രണറായിട്ട് സിലോണിൽ നിന്ന് ബേക്കിംഗ് പഠിച്ചിട്ട് വന്നതാണ്. സിലോണിലെ ബേക്കിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അച്ഛൻ്റെ സ്കൂൾ കഴിഞ്ഞ് തൃശ്ശൂരാണ് സ്വദേശം. തൃശ്ശൂര് അപ്പോൾ ആ ഭാഗങ്ങളിൽ ഉള്ള കൂടുതൽ ആൾക്കാർ സിലോണിലായിരുന്നു ആ സമയത്ത് ജോലിക്ക്. അപ്പോൾ അച്ഛൻ്റെ കസിൻസും അങ്കിൾസും എല്ലാം സിലോണിലായിരുന്നു. അപ്പം സ്കൂൾ കഴിഞ്ഞ ഉടനെ അച്ഛനെയും അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെ ഒരു ട്രെയിനിങ്ങിന് വെച്ചത് ഒരു ബ്രിട്ടീഷുകാരുടെ ബേക്കറിയിലായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ബേക്കിംഗ് പഠിക്കുകയും 1-2 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിന് തിരിച്ച് കേരളത്തിൽ വന്ന് ബേക്കറി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മദ്രാസിലൊക്കെ പോയി എന്ന് അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി. പക്ഷേ അവിടെ നിന്നും എനിക്കത് ബെറ്റർ കേരളത്തിൽ തന്നെയാന്ന് പറഞ്ഞ് തൃശ്ശൂർ വന്നപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞു, ഇവിടെ കുഴലപ്പവും അച്ചപ്പവും നാടൻ പ്രകാരങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി. അത് കാരണം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയോ മുണ്ടക്കയോ ഒക്കെ സായിപ്പുമാരൊക്കെ ഉണ്ട്, എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഉള്ളവർ കുറച്ചും കൂടെ റിസീവ് ചെയ്യാൻ ഇങ്ങനത്തെ ടൈപ്പ് പ്രീമിയം കേക്ക്സ് ഒക്കെ അവിടെ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് കാഞ്ഞിരപ്പള്ളി നീങ്ങിയപ്പം അവരുടെ റസ്ക്, വെണ്ണ, ബട്ടർ, അങ്ങനെ പല പല സാധനങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ബേക്കിംഗ്. പക്ഷേ ഈ ജാം റോൾ എന്ന് പറയുന്ന സാധനം സ്ട്രോബെറി അന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പൈനാപ്പിൾ അച്ഛൻ കണ്ടപ്പോൾ അവിടെ പൈനാപ്പിളിന്റെ വലിയ പ്ലാന്റേഷൻസ് ഉണ്ട്. റബ്ബറൊക്കെ ഇന്ന് ഉള്ളതുപോലെ പൈനാപ്പിളും ടീ ഗാർഡൻസും ആയിരുന്നു. അപ്പൊ ആ പൈനാപ്പിൾ ഫ്രൂട്ട് കണ്ടു അച്ഛൻ ഇത് വെച്ച് നമുക്ക് ജാം ഉണ്ടാക്കാം, അങ്ങനെയാണ്. പക്ഷെ ജാം റോൾ പൈനാപ്പിൾ ലോകത്ത് അത്ര പോപ്പുലർ അല്ല, അങ്ങനെ ട്രോപ്പിക്കൽ ഫുഡാണ്. അപ്പം കാഞ്ഞിരപ്പള്ളി പ്രത്യേക രീതിയിൽ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, കൂടുതലും മാനുവലായിട്ട് മെഷീൻസ് ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ അന്ന് പൈനാപ്പിൾ ഉപയോഗിച്ചൊരു ജാം ഉണ്ടാക്കി. ആ ജാം വുഡ് ഫയർഡ് ഓവനിലാണ് ഇപ്പോഴും. ശരി, ഇപ്പോഴുണ്ട്. അത് ലോക്കൽ ആൾക്കാർ വുഡ് ഫയർഡ് ഓവനിൽ ലോക്കലായിട്ട് വാങ്ങിക്കുന്ന പൈനാപ്പിൾ വെച്ചിട്ട് ഹാൻഡ് മെയ്ഡ്, കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആണ്, മെഷീൻ ഓപ്പറേഷനിൽ. ഏത് വർഷം ഇതിപ്പോ പണ്ട് എന്ന് പറയുമ്പോൾ 94 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 1931 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് അച്ഛൻ അമ്മയെ മാരി ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ ആയി പിന്നെ ബേക്കറി ബിസിനസ്. അവർക്ക് അങ്ങനെ 9 മക്കളുണ്ടായി, 8 പെണ്ണും ഒരാണും. അതിലൊരാളാണ് മിസ്റ്റർ ജയൻ. ഒരാളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗേൾസ് ആണ്. ബാക്കി സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സിൽ ഏറ്റവും മൂത്ത സിസ്റ്റർ അഡ്വക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിലെ. അദ്ദേഹമാണ് ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിലെ ഷോപ്പ് യൂണിറ്റ് നോക്കുന്നത്, ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതെ. അപ്പം കുഞ്ചൂസ് ജാം റോൾ
എന്നുള്ളത് കൊച്ചിയിലേക്ക് കൊണ്ടുവരാം എന്ന് ജയൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരേ ഒരു മകൻ എപ്പോഴാണ് തീരുമാനിച്ചത്? എന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം പ്രൊഡക്ഷനകത്തും പിന്നെ ഷോപ്പിലൊക്കെ ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയാണ് മെയിൻ ഡിസിഷൻ മേക്കർ. അമ്മയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് എറണാകുളത്ത് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അവിടെ നല്ല ഡിമാൻഡുണ്ട്, ബോംബെ പോലെ ആയി വരികയാണ്. അപ്പോൾ സ്കൂളിൽ വെച്ച് അപ്പം പറഞ്ഞു, അതെങ്ങനെ അറിഞ്ഞപ്പോൾ എറണാകുളത്തെ ഡിമാൻഡൊക്കെ പറ്റി? അത് അല്ല, ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഡിമാൻഡ് സ്റ്റഡി ചെയ്തിട്ടില്ല, അന്ന് കാഞ്ഞിരപ്പള്ളി 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പം അമ്മ പറഞ്ഞു, മോനെ ഇത് ആര് നോക്കാനാ, കാഞ്ഞിരപ്പള്ളി തന്നെ നോക്കാനായിട്ട് ആളില്ല, മോനെ വലുതാകുമ്പോൾ കൊണ്ട് തൃശ്ശൂരോ അല്ല എറണാകുളത്തോ ബോംബെയിലോ എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ളത് തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഇപ്പം വലുതായി അങ്ങനെ തുടങ്ങി. വലുതാവൻ എത്ര വർഷം എടുത്തു? അത് കണ്ടിന്യൂസ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ജോലി കഴിഞ്ഞ് റിട്ടയർ ആയിട്ടല്ലേ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്? അങ്ങനെ പറയാൻ പറ്റൂല. കാര്യം എന്താ വെച്ചാൽ 10th വരെ ഞാൻ ബിസിനസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നുള്ളത്, അപ്പം എനിക്ക് പറഞ്ഞു ബിസിനസ് എനിക്ക് വേണ്ട, എനിക്ക് വേറെ പ്രൊഫഷനിൽ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസ് അലോ ചെയ്തു. എന്താണോ ഇഷ്ടമുള്ള സംഗതി യു ഫോളോ യുവർ ഹാർട്ട്, ഇഷ്ടമുള്ളത് പഠിച്ചു, അത് നിങ്ങൾ തീരുമാനിക്കണമെന്നുള്ളൂ. അങ്ങനെ ഞാൻ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായി. കാര്യം മെയിനായിട്ട് ഷോപ്പിൽ വന്നു കഴിയുമ്പം അവിടെ കളക്ടറോ അങ്ങനെ റെഡ് ലൈറ്റുള്ള ബോർഡുള്ള വണ്ടികളൊക്കെ വരുന്നത് കാണുമ്പോൾ ആൾക്കാർ ഷോപ്പിലെല്ലാവരും വന്ന് റെസ്പെക്ട് ചെയ്യുന്നു. അച്ഛനൊക്കെ ഈ ജാമറോളെല്ലാം കൊണ്ട് കാറിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ വലിയ ബഹുമാനം കാണിക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ജോലിയായിരിക്കണം, വലിയ ജോലിയായിരിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ ഒരു സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ സ്കൂളിൽ പഠിച്ച അച്ഛൻ അഭിമാനപൂർവ്വം പറയും, ഇത് കണ്ടോ, ഇത് ICS ഓഫീസറായ TA വർഗീസ് അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റാണ്. കുഞ്ചുവിൻ്റെ കേക്ക്സും ജാമറോൾസും എല്ലാം വേൾഡ് ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അപ്പം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ മാത്രം വലിയ ആളാണല്ലോ ഈ ICS IAS ഒക്കെ പറഞ്ഞ സംഗതി. അപ്പം അതുപോലെ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം വന്നു ചെറുപ്പത്തിൽ. പിന്നെ പക്ഷേ അങ്ങനെ ഞാൻ അങ്ങനെ ജോലിയിലേക്ക് പോയി. ഞാൻ കൊച്ചിൻ റിഫൈനറീസിലായിരുന്നു കൂടുതലും കാലം. 25 ഇയേഴ്സോളം കൊച്ചിൻ റിഫൈനറിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട മേഖലയിലാണ്. ഞാൻ മീഡിയ പേഴ്സൺ ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ പേഴ്സൺ ആയിരുന്നു. അപ്പോൾ എന്നെ സ്പെഷ്യലിസ്റ്റായിട്ട് സീനിയർ ലെവൽ ഹയർ ചെയ്തതാണ്. അപ്പോൾ അത് കാരണം ഇഷ്ടമുള്ള ജോലിയും ചെയ്യാൻ പറ്റി. പിന്നെ നല്ല എന്താ പറയുക ബെനിഫിറ്റ്സും വർക്കിംഗ് കണ്ടീഷനൊക്കെ നല്ലൊരു സ്ഥലമായിരുന്നു. അവസാനം കുഞ്ചൂസ് ജാംറോൾ കൊച്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അന്നേ ആഗ്രഹമുണ്ട്. ആഗ്രഹം നടന്നതിന് കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അനൗൺസ് ചെയ്തു ഓൾ ഓൺ സഡൻ. അപ്പോൾ അത് നമുക്ക് പിരിഞ്ഞു പോകാൻ വേണമെങ്കിൽ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ എനിക്ക് കിട്ടുമെന്നൊരു ചെറിയൊരു ധാരണ വന്നു. ഉടനെ ഞാൻ ജപ്പാനിൽ AOTSൻ്റെ കോഴ്സ് സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഗ്ലോബൽ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നേരെ ജപ്പാൻ വിട്ടു. അങ്ങനെ അവിടെ പോയിട്ട് ഈ 15 ദിവസത്തെ ജാപ്പനീസ് കോഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം 2 അനാലിസിസ് ചെയ്യണം. ഒന്ന് വെദർ യു ആർ അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് ബിസിനസ് യു ആർ ടോക്കിംഗ് അബൌട്ട്. അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അവർ നോക്കിയിട്ട് പറഞ്ഞു. കാരണം ചെറുപ്പത്തിലേ ഞാൻ സ്കൂളിൽ പോകുമ്പം കുട്ടികളൊക്കെ എൻ്റെ കയ്യെ വന്ന് കടിക്കും, ജയൻ്റെ കൈ ജാം റോൾ കൊണ്ട് ഉണ്ടാക്കിയായിരിക്കും ഇത് ധരിച്ചിട്ട്. അപ്പം ചെറുപ്പം മുതലേ അപ്പം ഞാൻ കണ്ടു വളർന്നത് ഹോം ബേക്കറിയിലായിരുന്നു. അപ്പം വീടിൻ്റെ മറ്റേ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ജാം പ്രൊഡക്ഷനും ജാം റോൾ ചെയ്യുന്നതും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബ്ലഡിൽ തന്നെ ഒഴുകുന്നത് ജാമും കേക്കും ഒക്കെയാണെന്ന് മനസ്സിലായി. എനിക്ക് കേക്ക് കഴിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷെ അത് സെർവ് ചെയ്യാനും ഉണ്ടാക്കാനും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 അനാലിസിസ് നടത്തണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഒന്ന് അപ്രോപ്രിയേറ്റഡ് അനാലിസിസ്, ഹൗ മച്ച് ഐ ആം അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് ബിസിനസ്. അതെങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് എന്നോട് താല്പര്യം. ഞാനിപ്പോൾ ബേക്കറി സംബന്ധമായ സംഗതിയിൽ എവിടെ പോയാലും 45 രാജ്യത്തോളം പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബേക്കറി ആദ്യം നോക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആളും എനിക്ക് ചോറും കറിയൊന്നും അധികം കഴിക്കാത്ത ആളാണ്. സ്കൂളിൽ വെച്ചാണെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ പോയാൽ ഒരു ഭക്ഷണം വരെ കാരണം അവിടുത്തെ 2 ബ്രെഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്നാക്സ് കഴിച്ചാൽ നമുക്ക് മതിയായി. ബേക്കറി ഐറ്റംസ് ആണ് ഇഷ്ടം. ബേക്കറി ഐറ്റംസ് ആണ് ഇഷ്ടം എന്ന് പിന്നീട് മനസ്സിലായത്. അന്ന് കഴിക്കില്ലായിരുന്നു, അന്ന് കഴിക്കും, പക്ഷേ ബ്രെഡും അങ്ങനെ സാധനങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് പറ്റിയ ആളാണെന്ന് മനസ്സിലായി, അപ്രോപ്രിയേറ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെ പോയാലും ബേക്കറി നോക്കുന്നത്. അത് അവർ ഈ അനാലിസിസ് എങ്ങനെയാണ് നടത്തുന്നത്? നമ്മളെ കൊണ്ട് സെൽഫ് അനാലിസിസ് എങ്ങനെയാണ്? സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് അത് നമ്മൾ ഓരോന്ന് അതിന് ഓരോ സ്റ്റോറീസും നമ്മളെ കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യിക്കുകയും
നമ്മുടെ ഇഷ്ടമുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലാണ് എൻ്റെ ഇഷ്ടമുള്ളത്. അത് ശരിയാണ്, ഇൻട്രസ്റ്റാണ്. പക്ഷെ അവർ എന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു അതിനെക്കാട്ടും കൂടുതലും എൻ്റെ രക്തത്തിലുള്ളത് ബേക്കറിയാണ്. അതിനകത്ത് ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ബേക്കിംഗ് ഫീൽഡ്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക തെറ്റാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള മീഡിയ ഫീൽഡും കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ മീഡിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം, സ്ലോഗൻസ് ഉണ്ടാക്കാം. ഇതെല്ലാം ചെയ്യാനുള്ള ഇതുകൊണ്ട് ത്വരയുണ്ട്. അത് സാധിക്കുകയും ചെയ്യും ഫീൽഡിൽ. അപ്പം എന്താണോ നമ്മുടെ മനസ്സിലുള്ള സംഗതി എല്ലാം കമ്പൈൻ ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ ബേക്കിംഗ് എന്നുള്ള കാര്യം പിടികിട്ടിയ സംഗതി. സൂപ്പർ. രണ്ടാമത്തെ അനാലിസിസ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ്. ഈ ജാംറോണിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേക്ക്സും നമ്മുടെ പ്രീമിയം കേക്ക്സ് ആണ്. പ്രീമിയം ആയിട്ടുള്ള ഹെറിറ്റേജ് ബേക്കറി നടത്തുന്ന ഐറ്റത്തിനകത്ത് പറ്റുന്ന എന്താണ് സാധനം. അപ്പം നമ്മൾ നോക്കി ഗ്ലോബലായിട്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം മനസ്സിലായി ജാംറോണിലൊരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലായി. കാര്യം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ജാം റോൾസ് അടിച്ചപ്പം ആദ്യം വരുന്നത് ജാംറോളുടെ ഇങ്ങനെ ഉള്ള സംഗതി കൺട്രി കുറവാണ്. ഉണ്ട്, അതായത് രാജ്യങ്ങളിൽ റോൾ കേക്ക്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ രീതിയിലുള്ള റോൾ കേക്ക്സ് വേറെ എടുത്തില്ല. ഉടനെ ഞാൻ jamrols@gmail.com എന്നൊരു മെയിൽ ഐഡി ഉണ്ടാക്കി. എനിക്ക് കിട്ടി. കമ്പനി പേര് കുഞ്ചൂസ് ജാംറോൾസും അല്ലെ ജാംറോൾസ് പറഞ്ഞ് നോക്കുമ്പം www.jamrols.com ആണ് ഞങ്ങളുടെ. കാരണം അത്രയും ലോകത്ത് തന്നെ ജാംറോൾസ് ഉള്ള സാധനം ഇല്ല എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ യുണീക്ക് പ്രോഡക്റ്റാണെന്ന് മനസ്സിലായി, അത് അതിന് ഡിമാൻഡെന്ന് മനസ്സിലായി. കാഞ്ഞിരപ്പള്ളിയിൽ ഇത് വെച്ചിട്ട് പിന്നെ ഞാൻ എവിടെയും സ്ഥലത്ത് പോകുമ്പം എപ്പോഴും ക്യാരി ചെയ്യുന്ന സാധനം ജാംറോളൊക്കെ. ഓരോ ട്രെയിനിങ്ങിനൊക്കെ ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ട്രെയിനായിരുന്നു. ഉത്തരാഞ്ചലിലോ ജയ്പൂരിലോ പോകുമ്പോഴൊക്കെ ഒരു പാക്കറ്റ് ജാംറോൾ കൊണ്ടുപോകും. എന്നിട്ട് ഇതുപോലെ അവർക്കെല്ലാം കൊടുക്കും. ഇറ്റലിയിൽ എന്നെ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പാർട്ടിസിപ്പൻസിന് കൊടുത്ത് ഞാൻ ഈ ജാംറോളാണ്. അപ്പോൾ അങ്ങനെ പല കൺട്രീസിനും കൊണ്ടുപോയി അവരുടെ അപ്രീസിയേഷനും അവരെന്നോട് പിന്നെയും വേണം തരാം, ഒരെണ്ണം കൂടെ തരാമോ, മെയിൽ അയച്ച് മറ്റു കൺട്രീസിലേക്ക് അയച്ചു തരാമോ എന്നൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ അതിപ്പോൾ നമ്മുടെ ജാംറോൾ തരണം കേട്ടോ എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന കാരണം നമുക്ക് മനസ്സിലായി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഈ കോഴ്സ് അവർ എത്ര ദിവസത്തെ കോഴ്സ്, എക്സ്പെൻസീവ് ആണോ? ഇല്ല, അത് 15 ഡേയ്സിൻ്റെ കോഴ്സാണ്. അത് ജാപ്പനീസ് ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സാണ്. കുറച്ച് പാർട്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി അവർ. എങ്ങനെ ഈ കോഴ്സിലേക്ക് ഇപ്പോൾ അപ്കമിങ് ഒരാൾ ജപ്പാനിൽ പോയി സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? നിപ്പോൺ കേരള സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റർ കളമശ്ശേരിയിലുണ്ട്. ഒരു വലിയ ക്യാമ്പസാണ്. അപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ജപ്പാനിൽ പോയി പഠിക്കാനോ ജാപ്പനീസ് പഠിക്കാനോ ജപ്പാനിൽ കോഴ്സ് പഠിക്കണമെങ്കിലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വിവരവും അവർ തരും. അപ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് എല്ലാ വർഷവും റെഗുലറായിട്ട് കോഴ്സ്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലുള്ളവരുണ്ടാവും, സൗത്ത് അമേരിക്ക എന്നുള്ളവരുണ്ടാവും, പെറു കൊളംബിയ എന്നൊക്കെ ഉള്ളവരുണ്ടാവും, ഇങ്ങനെ അവർ ഇന്ത്യൻസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ കൂടിയായിരിക്കും ഈ കോഴ്സിനകത്ത് പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ HR ടൈപ്പ് കോഴ്സ് ഇൻട്രസ്റ്റ് എങ്കിൽ, അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിൽ പല പല കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ചെയ്യേണ്ട ഓട്ടോമേഷൻ വിചാരിക്കാം, എന്താണോ നമ്മുടെ ഫീൽഡ് ആ ഫീൽഡിന് പറ്റിയ കോഴ്സ് നമുക്ക് അവിടെ പോയി പഠിക്കാം. ഇപ്പോൾ ചിറ്റിലപ്പള്ളി സാർ പോയിട്ടുണ്ട് ഈ കോഴ്സിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജയൻ ചേട്ടൻ പോകുന്നത് സ്മോൾ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാനാണ്. ഹൗ ടു സ്റ്റാർട്ട് സ്മോൾ ബിസിനസ്. ഹൗ ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി വെയിറ്റിംഗ് ആയിരിക്കും ഈ കോഴ്സിലേക്ക്. എങ്ങനെ ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കിട്ടാൻ വളരെ എളുപ്പമാണ്. ഈ കളമശ്ശേരിയിലുള്ള നിപ്പോൺ കേരള സെൻറ്ററിൽ ചെല്ലുക, പറയുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവർ എല്ലാ ഡീറ്റെയിൽസ് തരും. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാം ഏത് കോഴ്സാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ജപ്പാനുകാരുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താ? അവര് ബിസിനസ്സിൽ ഭയങ്കരമാണോ? സ്മോൾ ബിസിനസ്സിന് ഭയങ്കരമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ ബിസിനസ് നടത്തുന്നതിൻ്റെ വളരെയധികം എക്സ്പെർട്സാണ്. ഞാൻ ആ ജാപ്പനീസ് ട്രെയിനേഴ്സിനെ കൊച്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ ട്രെയിനിങ് നടത്തി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി. കാരണം അത്രയും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ചെറിയ ചെറിയ ആൾക്കാരാണ്. ഇപ്പോൾ ഹോണ്ട എന്ന് പറയുന്നതും ബിഗ് ബ്രാൻഡ്സ് എല്ലാം കുഞ്ഞായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരാൾ വീട്ടിലിരുന്നുകൊണ്ട് വെൽഡ് ചെയ്ത് സോണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേസ് സ്റ്റഡിക്ക് കൊണ്ടുവന്ന് ടോക്കിയോയിലെ ഈ സോണിയുടെ പാനസോണിക്കിൻ്റെ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ജാപ്പനീസ് വലിയ ബ്രാൻഡ് എല്ലാം കുഞ്ഞ് ബിസിനസ്സാണ്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് എൻ്റെ മെയിൻ ട്രെയിനിങ് ഞങ്ങളുടെ നഗോയ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി വെച്ചിരുന്നു. ടയോട്ട കമ്പനിയുടെ തൊട്ടടുത്താണ്. അവിടെ ടയോട്ട ഷി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ടയോട്ട കമ്പനിക്കാരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് മുഴുവൻ അതിൻ്റെ അടുത്ത് ഉള്ള ചെറിയ ചെറിയ കമ്പനീസാണ്. അപ്പോൾ അവർ സ്മോൾ ബിസിനസ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഉണ്ടാക്കുന്ന മിക്ക പ്രോഡക്ട്സും കുഞ്ഞു കുഞ്ഞ് കമ്പനികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ വലിയ കാറുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഡ്യൂറിങ് ദ ട്രെയിനിങ്
ഐഡന്റിഫൈ ചെയ്തോ കുഞ്ചൂസ് റോള് ഇന്ന സ്ഥലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ പറഞ്ഞവരെ ഹെൽപ്പ് ചെയ്തോ? ഇല്ല, അവർ നമ്മളെ കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുന്ന രീതികൾ അനാലിസിസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കോമ്പറ്റേറ്റർ അനാലിസിസ് എന്ന സാധനമുണ്ട്. നമ്മളോട് സിമിലർ ആയിട്ടുള്ള സംഗതി. ഇപ്പോൾ ഞങ്ങൾ എന്നോട് ഒരു ചോദിച്ചു, അവിടെ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, എന്നാലും എത്ര ബേക്കറീസ് ഉണ്ട് കൊച്ചിയിൽ, അതിനകത്ത് അവരുടെ ടേൺ ഓവർ എത്രയാണ്, അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ എന്താണ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നൊക്കെ സ്റ്റഡി ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അല്ലാതെ ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഡേറ്റ ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ സെഗ്മെന്റിന് നിൽക്കുന്ന മറ്റ് കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, 10 years ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, അത് അവർ പറഞ്ഞു തരുമോ? അത് കണ്ടുപിടിക്കുന്ന ബേസിക്കലി ജേർണലിസ്റ്റിനോ. അതെങ്ങനെ കണ്ടുപിടിച്ച്? എല്ലാം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ സംഗതി. എങ്ങനെയായിരുന്നു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോത്തിൻ്റെ ഇത് എക്സ്പാൻഷൻ പോകുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം മിക്ക ആൾക്കാരും ഞാനിപ്പോൾ ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ മിക്ക ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അക്വൈൻറ്റൻസോ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കസ്റ്റമറിങ്ങിലായിരിക്കും. അപ്പോൾ അത് അവരുടെ പലപ്പോഴും അവരുടെ ഇൻഫോർമലായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒക്കെ അവർ ഫ്രാങ്കായിട്ട് പറഞ്ഞു തരും ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. പിന്നെ റേഡിയോ പിന്നെ ഇൻ്റർവ്യൂസൊക്കെ ഓരോരുത്തർ കേൾക്കുമ്പോൾ അവർ പറയും എന്തൊക്കെയാണ് നമ്മുടെ ഭാവി പ്രോഗ്രാംസൊക്കെ. അത് അല്ലെങ്കിൽ AGM അല്ലെങ്കിൽ വലിയ കമ്പനി ആണെങ്കിൽ അവരുടെ ഗ്രോത്ത് പ്ലാൻസൊക്കെ അവരുടെ അനൗൺസ്ഡ് ആയിരിക്കും. മിക്കവാറും കിട്ടുന്നത് മീഡിയയിൽ കൂടെയാണ്. ഓക്കെ. കുഞ്ചൂസ് ജാം റോളിന്റെ വിജയത്തിൽ ജപ്പാനുകാർക്കും കൂടി നമ്മൾ കൈയടിക്കണം. അപ്പോൾ ജപ്പാൻകാരെക്കാളും കൂടുതൽ കൈയടിക്കേണ്ടത് ഓസ്ട്രിയ, വെസ്റ്റേൺ യൂറോപ്പാണ്. കാരണം ഞങ്ങളുടെ പ്രോഡക്ട്സ് മിക്ക വെസ്റ്റേൺ യൂറോപ്യൻ ഐറ്റംസ് ആണ്. ഓക്കെ. ജപ്പാനിൽ ഞാൻ പോയി പഠിച്ച് അവർ അറിവ് തന്നു, ആ ടെക്നിക്ക് മനസ്സിലാക്കാൻ സ്റ്റഡി ചെയ്യാൻ തന്നു. പക്ഷേ ഈ ഐറ്റംസ് കുഞ്ചൂസ് ജാം റോൾസിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയൻ ഐറ്റം ആണ് ബേസിക്കലി. ഓസ്ട്രിയയിലാണ്. ഇത് തന്നെയാണോ പണ്ട് അച്ഛൻ ഉണ്ടാക്കിയിരുന്നത്? അച്ഛനുണ്ടാക്കുന്ന സംഗതി ഐഡന്റിക്കലാണ്. ഈ സ്ട്രോബെറി ജാം റോൾ മാത്രം ഞാൻ ഇന്നോവേറ്റ് ചെയ്തെടുത്താണ്. പുതിയ ഐറ്റം അതാണ്. പുതിയ ഐറ്റം. കുഞ്ചൂസ് ജാം റോളിൽ നമുക്ക് എന്തൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും ഇന്ന്? കുഞ്ചൂസ് ജാം റോളിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഐറ്റം ഉള്ളൂ. പൈനാപ്പിൾ ജാം റോൾ ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ഐറ്റം സ്ട്രോബെറി ജാം റോൾ ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പൈനാപ്പിൾ ജാം റോൾ. ഇതാണ് പൈനാപ്പിൾ. അതെ അതെ. ഇത്ര വലുതായിരിക്കും അല്ലേ? അതെ അതെ, അതാണ് എൻ്റെ യുണീക്നെസ്. ലോങ് കേക്ക് എന്നുള്ളതാണ്. നല്ല വെയിറ്റും ഉണ്ട്. അതെ, 800 grams ഉണ്ട് ഒരു റോളിനകത്ത്. അപ്പോൾ അത് കാരണം അത് ഹെവി ആയിട്ടുള്ള സംഗതിയാണ്. കാരണം വെറ്റ് കേക്കാണ്, കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടാവും. ഓസ്ട്രിയൻ ജാം എന്ന് പറയാൻ കാരണം എന്താ? അല്ല, ഈ ജാം റോൾ എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്തത് വെസ്റ്റേൺ യൂറോപ്പിലാണ്, പ്രത്യേകിച്ച് ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് ആ ബോർഡറിലാണ്. അവിടെയാണ് ഈ റോൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെയാണ് പല ഫ്ലേവേഴ്സിലും പല ടൈപ്പിലും. പൈനാപ്പിൾ ജാം റോൾ ഒന്നും യൂറോപ്പിൽ അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുന്ന അവൈലബിൾ ഫ്രൂട്ട് പൈനാപ്പിൾ ആയത് കാരണം നമ്മൾ പൈനാപ്പിൾ ജാം റോൾ വെച്ച് ചെയ്തു. അന്ന് അച്ഛൻ പരീക്ഷിച്ച പൈനാപ്പിൾ ഇപ്പം സക്സസ്ഫുള്ളി പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്, ഒരേപോലെ സെയിം റെസിപ്പി. പൈനാപ്പിൾ ആണോ സ്ട്രോബെറി ആണോ കൂടുതൽ ഹിറ്റ്? കാരണം പൈനാപ്പിളിന്റെ കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ സെൻട്രലൈസ് പ്രൊഡക്ഷനാണ് ഇവിടത്തേക്കും അവിടത്തേക്കും വേണ്ടിയിട്ട്. അപ്പൊ ജാം അവിടെ നിന്ന് വരുന്നതാണ്. എന്താണ് സ്ട്രോബെറി അങ്ങനല്ല. സ്ട്രോബെറി മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൽ നിന്ന് കൊണ്ടുവരും, നമ്മൾ ജാം ആക്കും. അതെ, മൂന്നാറിൽ നിന്ന് നമ്മൾ പ്രിസർവ് ചെയ്ത് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് കേടാൻ സാധനമാണ് സ്ട്രോബെറി ഫ്രൂട്ട്. കാരണം അവിടെ നിന്ന് തന്നെ പ്രിസർവ് ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുവരുന്നത്. കുഞ്ചൂസിൽ എന്തൊക്കെയുണ്ട് നോക്കുകയാണെങ്കിൽ? ഒന്ന് ഹേസൽനട്ട് ചോക്ലേറ്റ് കേക്കാണ്. അത് ബെൽജിയൻ ചോക്ലേറ്റ് കൊണ്ടുള്ള നല്ല നാച്ചുറൽ ചോക്ലേറ്റ് കൊണ്ടുള്ള കേക്കാണ്. അത് പല സൈസിലുണ്ട്. പിന്നെ ഹമ്മിങ് ബേർഡ് കേക്ക്, അത് സിറ്റി ഹേസൽനട്ട് ചോക്ലേറ്റ്, അത് ഇറ്റാലിയൻ റെസിപ്പിയുള്ള കേക്കാണ്. പിന്നെ ഉള്ള ഏറ്റവും പോപ്പുലർ സംഗതി, യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പോപ്പുലർ ആയിട്ടുള്ള സംഗതി ഹമ്മിങ് ബേർഡ് കേക്ക്. അതൊരു ബൗളിനകത്തുള്ള കേക്കാണ്. ആ കേക്ക് പിന്നെ US ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷേ അതൊരു മെക്സിക്കൻ ഒറിജിനുള്ളൊരു ജമൈക്കൻ കേക്കാണ്. ആ കേക്ക് അതിനകത്ത് പൈനാപ്പിളുണ്ട്, ബനാനയുണ്ട്, പിന്നെ വാൾനട്ടുണ്ട്, ക്രീം ചീസുണ്ട്. അപ്പം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഏറ്റവും മിനിമം ഉപയോഗിക്കുന്നൊരു ബിസിനസ് ഞങ്ങളുടെ ഈ കുഞ്ചൂസ് ജാം റോൾസ് കേക്ക് ഷോപ്പ് ഇവിടുത്തെ. അതുപോലെ തന്നെ വേറൊരു പ്രധാന കേക്കാണ് ലെമൺ ബ്ലൂബെറി കേക്ക്. ബ്ലൂബെറി പെറുവിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ലോക്കലി അവൈലബിൾ വെച്ചിട്ടാണ്. പക്ഷേ ബ്ലൂബെറി ഇവിടെ ഇല്ലാത്ത കാരണം പെറുവിൽ ലിമ എന്ന് കൊണ്ടുവരുന്നതാണ് ഈ ലെമൺ ബ്ലൂബെറി കേക്ക്. അത് ട്രാൻസ്ഫാറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി. കൂടുതലും പിന്നെ ബട്ടറും അങ്ങനെയുള്ള സംഗതി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കേക്കുകളാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. നമ്മൾ ഇതിന് കേക്ക് ഷോപ്പ് എന്ന് വിളിക്കണോ, ബേക്കറി എന്ന് വിളിക്കണോ,
എന്താ ആക്ച്വലി വിളിക്കണ്ടേ? ഇത് കേക്ക് ഷോപ്പാണ്. കേക്ക് ഷോപ്പാണ്. ബേക്കറി ഷോപ്പാണ്, ബേക്കറി അല്ല. ബേക്കറിന്ന് ബേക്ക്ഡ് പ്രോഡക്ട്സ്, അതായത് ബ്രെഡും അങ്ങനെ ഈസ്റ്റ് ഫെർമെന്റഡ് ഐറ്റംസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് ബേക്കറി എന്ന് പൊതുവെ പറയുന്നത്. അപ്പൊ നമ്മൾ കുഞ്ചൂസ് ജാം റോൾസ് പേരിട്ടിട്ട് അവിടെ കേക്ക്സും അവൈലബിൾ ആണ്, അങ്ങനെയാണ്? കേക്ക്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മെയിൻ ഇതായതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന നെയിമിനകത്ത് കുഞ്ചൂസ് ജാം റോൾസ് ആണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കുഞ്ചൂസ് ജാം റോൾസ് ഈ വേറെ കേക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്പർ ഓഫ് കേക്ക്സ് ഒരു വളരെ പോപ്പുലർ കേക്ക് അന്നേ മുതലുള്ള 1931 മുതലുള്ള കേക്കാണ് ലെമൺ പേസ്റ്റ് എന്ന കേക്ക് ഉണ്ട്. അത് ബ്രിട്ടീഷ് കേക്കാണ്. ഓരോ കൺട്രിയിലെ സ്പെഷ്യാലിറ്റി കേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പോർച്ചുഗലിലുള്ള ബോളോഡി കോക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കോക്കനട്ട് കേക്ക് ഉണ്ട്. അത് പോർച്ചുഗലിലെ മദേര എന്ന് പറഞ്ഞ ടൗണിലെ സ്പെഷ്യാലിറ്റി കേക്കാണ്. തേങ്ങ. അപ്പോൾ അതൊരു കേരളത്തിൽ തേങ്ങ ഉള്ളതുകൊണ്ട് ആ പോർച്ചുഗലിലെ ആ സ്പെഷ്യൽ കേക്ക് നമ്മളിവിടെ ചെയ്യുന്നു. അപ്പൊ ഈ ഓരോ രാജ്യത്തെയും കേക്കുകൾ അവിടെ പോയി പഠിച്ചാണോ? പിന്നെ പോർച്ചുഗീസ് കേക്ക് എൻ്റെ പോർച്ചുഗീസ് ടീച്ചർ, എനിക്ക് പോർച്ചുഗീസ് അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ പോർച്ചുഗീസ് പഠിക്കുന്ന സമയത്ത് പോർച്ചുഗലിലെ ഉള്ള മദേര എന്ന് വന്നിട്ടുള്ള ഒരു കാത്തലിക് സിസ്റ്ററാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. എന്നാ അച്ഛൻ്റെ പേര് എൻ്റെ ജാം റോൾസിന് ഇടാൻ തീരുമാനിച്ചു? അത് 10 years ബാക്ക് എന്നെ കൊച്ചി സ്റ്റാർട്ട് ചെയ്തപ്പം. പേരിന് വേണ്ടി കുറെ ആലോചിക്കേണ്ടി വന്നു, അതോ അച്ഛൻ്റെ പേരിടാൻ ആദ്യം അങ്ങ് തീരുമാനിച്ചു? ആദ്യം തീരുമാനിച്ചു. ഓക്കെ. അതെ, കാരണം അച്ഛനാണ് അതിൻ്റെ മെയിൻ ഇത് കൊണ്ടുവന്നതാണ്. അത് ആദ്യം തീരുമാനിച്ചു. ജാം റോളും പ്രീമിയർ പ്രോഡക്റ്റ് ആക്കാൻ തന്നെ നമ്മൾ ഇവിടെ സ്ട്രാറ്റജിക്കലി ഡിസൈഡ് ചെയ്തായിരുന്നു. ഓക്കെ. എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പ്രീമിയം പ്രോഡക്റ്റ് ആക്കുക? അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട്, സോഴ്സിങ് ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ലോക്കലി അവൈലബിൾ സംഗതി വെച്ചിട്ട് ചെയ്യുന്നതും. യൂറോപ്പിലാണെങ്കിൽ പൈനാപ്പിൾ ക്യാൻഡായിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവിടെ ഇല്ല, ഗ്രോ ചെയ്യുന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്ന, ഇപ്പം കാക്കനാട് തന്നെ ഗ്രോ ചെയ്യുന്ന തേങ്ങയും അവിടെയുള്ള പഴമാണ് നമ്മൾ എടുക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പഴമല്ല. അപ്പോൾ പ്ലാന്റേഷനിൽ നിന്നുള്ളതല്ലാതെ ലോക്കലായിട്ടുള്ള കോർണർ ഷോപ്സിലും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഡെയിലി ഞങ്ങൾ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ അതിന് ലോക്കലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരിക്കും എന്നുള്ള ഒരു ആസ്പെക്റ്റ്. അപ്പോൾ പ്രീമിയത്തിൻ്റെ പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല ഇൻഗ്രീഡിയൻസ് ആയിട്ട് കയറുന്നത്. പിന്നെ മറ്റൊരു സംഗതി അതിനകത്ത് പിന്നെ റിച്ച് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം ട്രാൻസ്ഫാറ്റുള്ള ചോക്ലേറ്റും ഉണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ടറാണ് ഉപയോഗിക്കുന്നത്. മാർഗരിൻ ഉപയോഗിക്കാൻ വേണമെങ്കിൽ, പക്ഷേ നമ്മൾ കൂടുതലും ബട്ടറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നതൊക്കെ പ്രീമിയം ആകും. അപ്പോൾ ഞങ്ങളൊരു പ്രീമിയം ഹെറിറ്റേജ് ബേക്കറി എന്നുള്ള ആ ഇതിലാണ് നമ്മുടെ സെഗ്മെൻറ്റ് നമ്മുടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ജാം റോൾ എന്ന് പറയുന്ന ഒരു കേക്ക് എത്ര പേരാ, കേക്കാണെങ്കിൽ ഒരു 10 പേർക്ക് 12 പേർക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റി. പക്ഷേ ജാം റോൾ എന്ന് പറയുന്ന സാധനം വളരെ സ്വീറ്റാണ്. ഒരു ജാം റോൾ 20 പേരാണ് കഴിക്കുന്നത് പലപ്പോഴും. 20 ഈ ജാം റോൾ. അപ്പോൾ 20 പേരെന്ന് പറയുമ്പോൾ അപ്പം അത്രയും പേരിലേക്ക് എത്തുകയാണ് സംഗതി. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് ടു ബി സെലിബ്രേറ്റഡ്, ഹെൽപ്പിംഗ് പീപ്പിൾ ടു സെലിബ്രേറ്റ് ദെയർ ലൈഫ്സ്. ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ജാം റോൾ ഒരാൾ കഴിക്കുന്ന കാണുമ്പം ജയൻ ചേട്ടൻ എന്താ തോന്നാറ്? കുഞ്ചൂസ് ജാം റോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ആദ്യം നോക്കും. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം പറയും, സന്തോഷമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ കേക്ക് നമ്മുടെ ഷോപ്പിലെ ജാം റോൾസ്, പൈനാപ്പിൾ ജാം റോൾ, സ്ട്രോബെറി ജാം എല്ലാം സാമ്പിൾ വെച്ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ആദ്യം കഴിക്കാൻ കൊടുക്കുകയാണ്. അവർ വാങ്ങിക്കണോ വാങ്ങിക്കില്ലേ ഒന്നും നമ്മൾ നോക്കില്ല. കൊച്ചിയിൽ 2 ഷോപ്പിലും പിന്നെ ജാം റോൾ ഫ്രീ ആയിട്ട്, ഒരു അബ്സല്യൂട്ട്ലി നോ ക്വസ്റ്റ്യൻ ആസ്ക്. കഴിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിച്ചില്ല പോയെന്ന് പറഞ്ഞാൽ ഒരു സങ്കടമില്ല. കൊച്ചിയില് കുഞ്ചൂസ് ജാം റോൾസിൽ വന്നു കഴിഞ്ഞാൽ ജാം റോൾ ഫ്രീ ആയിട്ട് തരും. അബ്സല്യൂട്ട്ലി ചെറിയ പീസാണ്, എത്ര പീസാണ് കിട്ടും, കഴിക്കാം. എന്നിട്ട് പനമ്പഴിനാറിലാണെങ്കിലും കാക്കനാടിലും വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ പറ്റും. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാം, ഇത് ഭയങ്കര മധുരം കൂടുതലാണ്, പിന്നെ വരാം, നോ പ്രോബ്ലം. എന്നാൽ കാരണം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി, കാരണം അദ്ദേഹം അത് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യല്ലോ. അപ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വന്നല്ലോ, ദാറ്റ്സ് ഇനഫ്. അതുകൊണ്ട് നമ്മുടെ അപ്പോൾ വലിയൊരു സ്ഥാപനമാണെങ്കിൽ കുറേ ബ്രാഞ്ചസും ഫ്രാഞ്ചൈസിയൊക്കെ ആണെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു അപ്രോച്ചിലായിരിക്കില്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൈസ എന്നുള്ള ഒരു ഇത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, പക്ഷെ അതല്ല എൻ്റെ കീ ഫാക്ടർ ഈസ് ഹാപ്പിനെസ്. നമ്മൾ ഹാപ്പി ആകുക, മറ്റൊരു ഹാപ്പി ആകുക. അതാണ് ബിസിനസിൻ്റെ കീ ഫാക്ടർ. ഹാപ്പിനെസ് ആണ് ജാം റോളിന്റെ. അതെ, നമ്മൾ എത്ര പേരെ ഹാപ്പി ആക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. സൂപ്പർ. അപ്പൊ എത്ര പേര് ഹാപ്പി ആവുന്നുണ്ട് കുഞ്ചൂസ് ജാം റോൾ? ഇന്ന് എവിടൊക്കെ ആർക്കൊക്കെ പോകുന്നുണ്ട്, എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഓർഡേഴ്സ് എവിടുന്ന വരുന്നത്? നല്ല ചോദ്യമാണ്. അതായത് ഇപ്പൊ മലയാളികൾ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും പോകുന്നു. ആ പോകുന്നിടത്തെല്ലാം
പോകുന്നുണ്ട്. ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദുബായ് വഴി പോകുന്ന എത്ര പേര് മിക്കവരുടെയും കുഞ്ചൂസ് ജാംറോൾസ് ഒരു ചെറിയ പാക്കിങ്ങിലുണ്ടായിരിക്കും. നാട്ടിൽ വരുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് അവരുടെ ഫ്രണ്ട്സിനും ഓഫീസിലും ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ അവർക്ക് ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ അവർ കൊടുക്കുക. അപ്പോൾ ആ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ കൊടുക്കാവുന്ന വിധത്തിലാണ് നമ്മൾ വേറൊരു പാക്കിങ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ അവർക്ക് ദുബൈയിലോ അബുദാബിയിലോ അവർക്ക് കൊടുക്കാം. US ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ജാംറോൾ പോകുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ഇവിടെ വരുന്നവർ കൊണ്ടുപോകും? ഇല്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യില്ല, ഒന്നും ഇല്ല. എല്ലാം ഇവിടുത്തെ പോകുന്നവർ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവർ ഇന്ത്യയിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും പറയും കുഞ്ചൂസ് ജാംറോൾ വാങ്ങിച്ചുകൊണ്ട് എന്താണ് വരണമെന്ന് പറയും. അപ്പം അത് അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് എന്നോട്. ഇന്ന് എത്ര വലുതാണ് കുഞ്ചൂസ് ജാംറോൾ? അന്ന് പണ്ട് അച്ഛൻ പൈനാപ്പിളിൽ വെച്ച് ഉണ്ടാക്കിയ റോൾ ചെയ്തുണ്ടാക്കിയ റോൾ കേക്ക് എന്നാണ് ഇതിന് പറയാം. ജാം റോൾസ് ആണ്, പക്ഷെ ജനറിക് നെയിം റോൾ കേക്ക് ആണ്. ജാം വെക്കും നമ്മൾ. ഇപ്പൊ ഒരു സ്പഞ്ച് തിന്നായിട്ടുള്ള സ്പഞ്ച് കേക്ക് ആദ്യം ഉണ്ടാക്കും ട്രേയില്. അതിനുശേഷം ഇതിന്റെ മുകളിലോട്ട് ജാം സ്പ്രെഡ് ചെയ്തിട്ട് റോളാക്കി മാറ്റും. അപ്പൊ ജാമിന് പകരം വേണേൽ ക്രീം വെക്കാം, ചോക്ലേറ്റ് വെക്കാം. ക്രീം ബണ്ട് ഒരു കാലമാണ്, ക്രീം ബണ്ടാണ് പോപ്പുലറാണ്. അപ്പം അങ്ങനെ സാധനം വെക്കാൻ പറ്റും. നമ്മളപ്പോൾ കോൺഷ്യസ് ഡിസിഷൻ എടുത്തു. യൂറോപ്പിലൊക്കെ അങ്ങനെ ട്രെൻഡായി ക്രീമും ഫ്രഷ് ഫ്രൂട്ടൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ഡിസിഷൻ എടുത്തു വി വിൽ റീറ്റെയിൻ ദ ഓൾഡ് സിസ്റ്റം. കാരണം ഷെൽഫ് ലൈഫ് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ ക്രീം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിടായിപ്പോവും, ഒരു ദിവസം കൊണ്ട് കിടായിപ്പോവും. ക്രീം ബൺ എന്ന സാധനം അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി കഴിയാൻ പറ്റില്ല, നമുക്ക് ഇവിടെ പെട്ടെന്ന് കഴിക്കാനുള്ള പറ്റുള്ളൂ. പക്ഷേ ഈ ജാംബിൾ നമ്മൾ ഇസ് മെൻറ്റ് ഫോർ സെലിബ്രേഷൻ. മറ്റു കൺട്രീസിലോ മറ്റ് സ്റ്റേറ്റിലോ അവർ വീടുകളിലോ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ആഴ്ച ലൈഫ് ഉണ്ട് തന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇറ്റ്സ് മെൻറ്റ് ടു ബി ടേക്കൺ അവേ ടു പീപ്പിൾ ആസ് എ ടേക്ക് അവേ കൗണ്ടർ. നമ്മുടെ അവിടെ നിന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അവിടെ കഫറ്റീരിയയോ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല, ടേക്ക് അവേ കൗണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇറ്റ്സ് മെൻറ്റ് ടു ബി ടേക്കൺ അവേ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിന്റെ ഡിസൈൻ അങ്ങനെയാണ്. ഇറ്റ്സ് മെന്റ് ടു ബി ടേക്കൻ അവേ ആൻഡ് സെലിബ്രേറ്റ് വിത്ത് ഫാമിലി. സൂപ്പർ. അങ്ങനെയാണ്. പിന്നെ ഫാമിലി അല്ലാതെ ഇപ്പോൾ വരുന്നുണ്ട്, ബൈക്കിലൊക്കെ 2 പേര് വന്നിട്ട് അവർ അതിനുവേണ്ടി അവർക്ക് നമ്മുടെ ട്രെൻഡ് കൊച്ചിയിലെ ഇതനുസരിച്ച് നമ്മൾ ചെറിയ ബൗളുണ്ട് 2 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ. സോ ദാറ്റ് 2 പേർക്ക് അവരുടെ കാറിൽ നിന്നുകൊണ്ട് പിന്നെ കഴിക്കാനും അവരുടെ ലൈഫ് ആ മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു സാധനം ഫേമസ് ആയി കഴിയുമ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ പ്ലാൻസ് നമ്മുടെ ഡിസിഷനാണ് അത്. എന്താ വെച്ചാൽ ഡിമാൻഡുകൾ വരും. ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടോ, എന്നാ കോഴിക്കോട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറ്റേ പല സ്ഥലങ്ങൾ ബാംഗ്ലൂർ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, മയാമിയിൽ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, ജാമിൽ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ മലയാളീസ് കുറേ പേരുണ്ടാവും, അവർ പറയും അങ്ങനെ പലയിടത്തും ഇങ്ങനെ റിക്വസ്റ്റ് ഇങ്ങനെ വന്നിട്ടിരിക്കും. കോഴിക്കോട് നിന്ന് കൂടുതലും പേരുണ്ടാവും. ഏറ്റവും കൂടുതലും അടുത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സ്ഥലം കോഴിക്കോടാണ്. തീർച്ചയായിട്ടും കണ്ണൂരുണ്ട്, പക്ഷേ കോഴിക്കോടാണ് ഏറ്റവും കൂടുതലും നമുക്കൊരു. അപ്പം ഞങ്ങളിപ്പോൾ തന്നെ ഒരു പുതിയതായിട്ട് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5-6 വർഷമെങ്കിലും ഞങ്ങൾ ആ സ്ഥലത്ത് പോവുകയും അവരുടെ പരിചയപ്പെടുകയും അവരുടെ രീതികൾ പഠിക്കുകയും ചെയ്യും. പക്ഷേ കോഴിക്കോടെ പറ്റി ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടുത്ത സ്ഥലമുണ്ട്. സ്റ്റഡി ചെയ്യാൻ സ്റ്റഡി തുടങ്ങിയിട്ടുണ്ട്. മേ ബി 5 years അതിൻ്റെ എപ്പോഴാണെന്നുള്ള അല്ല, എന്നാലും പ്രോബബ്ലി അങ്ങനെയുള്ള ഒരു എക്സ്പാൻഷൻ വരുവാണെങ്കിൽ, എക്സ്പാൻഷൻ വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വിൽ ബി ഇൻ കാലിക്കറ്റ്. മലയാളികൾ എത്ര കുഞ്ചൂസ് ജാംറോൾ കഴിക്കുന്നുണ്ട് അക്രോസ് ദ വേൾഡ്? ഒരു സീക്രട്ടാണ്. ഓക്കെ. ഹാപ്പിയാണോ 10 വർഷം മുന്നേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഒരു ഓൺടർപ്രണർ ആവാൻ തീരുമാനിച്ച തീരുമാനത്തിൽ? വെരി ഹാപ്പി, വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷം ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് ഹൈ ആണ്. എവറി ഡേ ഇറ്റ്സ് എ ന്യൂ. എൻ്റെ ഫ്രഷ് ആയിട്ട് കേക്ക്സ് അല്ലേ, അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം അല്ലേ. അപ്പോൾ നമ്മൾ സ്വീറ്റ്നെസ് കൊടുത്തു കഴിയുമ്പം ഇങ്ങോട്ട് അതിനെക്കാട്ടും സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസും അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നു. ബൺമസ്ക ട്രെൻഡ് ആവാൻ കാരണം എന്തായിരിക്കും? എനിക്കറിയില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആൾക്കാരിലേക്ക് കൂടുതലും എത്തിയത്. എങ്ങനെയാ? വേർഡ് ഓഫ് മൗത്തിലൂടെയാണോ? ആൾക്കാരിലേക്ക് എങ്ങനെ കുഞ്ചൂസ് ജാംറോൾ എത്തി? മെയിൻലി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. കാരണം ബ്ലോഗേഴ്സ് എല്ലാം ഇങ്ങനെ അപ്പോൾ 1 million ഒക്കെ ആയിട്ടുള്ള അങ്ങനെ റീച്ചൊക്കെ വരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം, അതുപോലെ സോഷ്യൽ മീഡിയ ആണ് പ്രധാനമായിട്ടും ഇത്രയധികം പോപ്പുലർ ആകാനായിട്ട് സഹായിച്ചത്. അതിനുമുമ്പ് വേർഡ് ഓഫ് മൗത്ത് ഉണ്ട്, അറിയായിരുന്നു. പക്ഷേ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വന്ന് സോഷ്യൽ മീഡിയ ആകുന്നേ. പിന്നെ നമ്മൾ ഫാക്ടറി മോഡിൽ പ്രൊഡക്ഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. അപ്പം കുറേ
ഇപ്പൊ ഹോം ബേക്കിംഗ് മോഡലാണ്. ഇപ്പോഴും ഹോം ബേക്കിംഗ് മോഡലാണ് ഇപ്പോഴും. അപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാൽ മതി. നമ്മളൊരു ബിസിനസ് ആകുമ്പോൾ അതിനെ എക്സ്പാക്ട് ചെയ്ത് ഫാക്ടറി മോഡലിലേക്ക് ഫാക്ടറി മോഡലിൽ മാറ്റാനായിട്ട് അല്ല, അതിനുള്ള ടെക്നോളജിയും അതിനുള്ള AI ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ജനറേറ്റ് ചെയ്ത് പുതുതായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് ഫാക്ടറി മോഡലിലേക്ക് പോകും. പക്ഷേ ഇപ്പോൾ അതിലേക്ക് പോകാത്ത ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും. ഓക്കെ. ഇപ്പോൾ എല്ലാ ബേക്കറിയിലും ജാം റോൾസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ കുഞ്ചൂസ് ജാം റോൾ ആൾക്കാർ തേടി പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? ഒന്ന് അതിനകത്ത് ടേസ്റ്റ്, മറ്റൊന്ന് അതിനകത്ത് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇപ്പം ചിലത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മടുത്തു പോകും. അല്ലെ ട്രാൻസ്ഫാറ്റ് ഒക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ആദ്യത്തെ കുറച്ച് ട്രാൻസ്ഫാറ്റ് എവിടുന്ന് വരിക? ട്രാൻസ്ഫാറ്റ് വരുന്ന ഈ മാർഗരീൻ. ഇപ്പം ഉദാഹരണമായിട്ട് ബട്ടറിന് ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മാർഗരീനുണ്ട്, ഡാൽഡ അങ്ങനെ പോലത്തെ മാർഗരീനുണ്ട്. ആ മാർഗരീൻസ് ആണ് കൂടുതലും നമുക്ക് കോസ്റ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനം. അതാകുമ്പോൾ ട്രാൻസ്ഫാറ്റ് ആണ്. ട്രാൻസ്ഫാറ്റ് ആണ് അതിനകത്ത്. അത് ട്രാൻസ്ഫാറ്റ് ആണ്, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് ആണ്. അപ്പോൾ അത് ഹെൽത്തിന് നല്ലതാണോ മോശമാണോ എന്നൊക്കെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. വെജിറ്റബിൾ ഓയിൽസ് ആണോ? വെജിറ്റബിൾ ഓയിൽ അല്ല. വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതിന് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷേ ഈ ട്രാൻസ്ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ തിക്കായിട്ട് അത് കട്ടിയായിട്ടിരിക്കാം. പഫ്സ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ കൂടുതലും ഉപയോഗിക്കുക നമ്മൾ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട്, നല്ല ഫെദറി ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എന്തുമാത്രം അത് ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടാവും. നമ്മുടെ ഇത് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. നമ്മുടെ കേക്ക്സ് അങ്ങനെ പല കേക്ക്സും 2 മണിക്കൂർ 3 മണിക്കൂറേ ലൈഫുള്ളൂ, അല്ല ഫ്രിഡ്ജ് വയ്ക്കണം. പക്ഷേ ഈ ട്രാൻസ്ഫാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമോ 2 ആഴ്ചയൊക്കെ ഇരുന്നോളും. ചില ജാം റോൾസ് ഉണ്ട്, പാക്ക് ചെയ്ത് വരുന്ന ജാം റോൾസ്, അവർ ഷെൽഫ് ലൈഫ് 1 ഇയർ ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ട്രാൻസ്ഫാറ്റ് ഇല്ലാതെ അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല സാർ. പക്ഷെ നമ്മുടെ പെട്ടെന്ന് പെരിഷബിളാണ്. അതുകൊണ്ട് ഫ്രാഞ്ചൈസി മോഡലിലൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ അവിടെ തന്നെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി കൂടി വേണം. ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല സാർ. ഇപ്പോൾ ഹോം ബേക്കിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കടയുടെ അടുത്ത് തന്നെ ഹോം ബേക്കിങ്ങിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കും, അങ്ങനെയാണോ? അല്ല, രണ്ടിലും എന്തെങ്കിലും. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഓഫീസ് പോർഷനാണ് ഷോപ്പ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് കൺട്രോളിലാണ്. പിന്നെ അപ്പുറത്ത് കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാവുന്ന വഴിയിലാണ് വേറൊരു വീടുണ്ട്. ആ വീട്ടിലാണ് പ്രൊഡക്ഷൻ. പിന്നെ ഹെൽത്തി എന്നുള്ള സാധനമായിരിക്കണം കൊടുക്കേണ്ടത്. പക്ഷേ ഹെൽത്തി എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ. കാരണം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഹെൽത്തി ആയിട്ടുള്ള സാധനം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകില്ല. അങ്ങനെയുണ്ടോ? എൻ്റെ ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കേക്കും ഹെൽത്തി എന്നുള്ള പ്രായം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പം മില്ലറ്റൊക്കെ ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യാൻ പരിപാടി ഇടുന്നത്. പക്ഷെ അതിനൊരിക്കലും ഹെൽത്തി എന്നും പറയില്ല. മില്ലറ്റ് ഒന്നും പറയരുത് അല്ലേ? മില്ലറ്റ് എന്നുള്ള അതിൻ്റെ മില്ലറ്റിൻ്റെ പേര് പറയാം, എൻ്റെ ഇൻഗ്രീഡിയൻസിനകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. ഫൈബർ കൂടുതലുള്ള ഐറ്റം. ഇപ്പോൾ കേരളത്തിലൊക്കെ കൂടുതലും ഡയബറ്റീസും BP ഒക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പം നമ്മൾ ബേക്കിങ്ങിൽ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ് അവരുടെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതുതന്നെ നമ്മുടെ ജാം റോൾ എന്ന് പറഞ്ഞാൽ അത് ഡയബറ്റീസുകാർക്ക് പറ്റില്ല. പക്ഷേ BPO, കാരണം അവർക്ക് ഫാറ്റ് കണ്ടന്റ് വേണ്ടാത്തവർക്ക് ഐഡിയൽ സാധനമാണ്. അങ്ങനെ ഇൻഫോ പാർക്കിനകത്ത് എങ്ങനെ ഔട്ട്ലെറ്റ് ഇട്ടത്? ടാറ്റ കൺസൾട്ടൻസി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതാണ്. അവിടെ അവരുടെ പാരഗൺ റെസ്റ്റോറൻറ്റും ഉണ്ട്, കുഞ്ചൂസ് ജാം റോൾസും ഉണ്ട്, നന്നായിരിക്കുന്ന സെൻറ്റർ ഹെഡ് പറഞ്ഞു. അപ്പം അവർ കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് തന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അല്ലാതെ ഞങ്ങൾ നിർത്തിയത് സ്റ്റോപ്പ്, കോവിഡിന് മുമ്പായിട്ട് തന്നെ നിർത്തിയത്. കാരണം അവിടെ അത്രയധികം ക്ലയൻറ്റിനെ 8,000 ആൾക്കാരെ മാനേജ് ചെയ്യണം, കൂടുതൽ സ്റ്റാഫ് മാനേജ്മെൻറ്റും പിന്നെ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസും കൊണ്ട് നമുക്ക് നിർത്തിയാണ്. ഇപ്പൊ എത്ര പേരുണ്ട് കുഞ്ചൂസ് ജാം റോളിന്റെ ടീം? 12 പേര്. അത്രേ ഉള്ളൂ. സ്മോൾ ടീം. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലോ? കാഞ്ഞിരപ്പള്ളി സെയിം, വേറെ സിമിലർ. ഈ 12 പേര് തന്നെയാണ്? ഈ 12 വേറെ 12 പേര്. അവിടെ 12, ഇവിടെ 12. ഒരു സെറ്റ് ഒരു ഇതാണ്, സ്റ്റാൻഡേർഡ് ഒരു പാറ്റേൺ. ഒരു യൂണിറ്റിനകത്ത് ഒരു യൂണിറ്റ് ഓഫ് ബേക്കറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനകത്ത് പ്രൊഡക്ഷൻ ഇത്ര പേര് വേണം, മാർക്കറ്റ് ഇത്ര വേണം. സാധാരണ ഇത് ഒരു ബേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 12 പേരായിരിക്കും മിനിമം. ജാം റോൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് റേഡിയോയിലൂടെ? വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ അത്? പറഞ്ഞു. ആദ്യം ഒരു സ്പഞ്ച് ഉണ്ടാക്കുക, സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക. സ്പഞ്ച് കേക്ക് അത് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഇഷ്ടമുള്ള എന്താണോ സാധനം, ജാമോ ബട്ടറോ വാട്ടെവർ, ഇഷ്ടമുള്ള ജാം അതിനകത്ത് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം റോൾ ചെയ്യുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ.
അപ്പൊ ഈ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണോ? സ്പഞ്ച് ബേക്കിംഗ് അറിയുന്നവർക്ക് അറിയാം അല്ലേ? അല്ല, ബേക്കിംഗ് അറിയാവുന്നവർക്ക് യൂട്യൂബിൽ നോക്കിയാൽ ആദ്യം ഷുഗർ ഒരു ബൗളിനകത്ത് ഇടുക, അതിന് ശേഷം അതിൻ്റെ മുകളിൽ എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുക, എന്നിട്ട് കൈകൊണ്ട് ഒരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഷീനിൽ വെച്ച് ബീറ്റ് ചെയ്യുക. അതിന് മുകളിൽ പിന്നെ ഫ്ലവർ മൈദ സ്ലോ സ്പീഡിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം എസൻസ് ഒഴിക്കുക, ബേക്ക് ചെയ്യുക, 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബേക്ക് ചെയ്യുക, അത് റോൾ ചെയ്തെടുക്കുക, പിന്നെ റോൾ ചെയ്യുക, ജാമ് തേച്ച് റോൾ ചെയ്യാം. ടച്ച് എവിടെ എപ്പോഴാണ് വരുന്നതിൽ? അത് ഓരോ സ്റ്റേജിലുണ്ട്. ഓക്കെ. സെലക്ഷൻ ഓഫ് പൈനാപ്പിൾ, എന്ത് പൈനാപ്പിളാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് എടുക്കുന്നത്, ദാറ്റ്സ് നമ്പർ 1. അതൊന്നും ആർക്കും ശ്രദ്ധിക്കില്ല. പിന്നെ രണ്ടാമത്തെ സംഗതി മൈദ, ഏത് മൈദ, ഓക്കെ, അതിൻ്റെ പ്രോസസ്സിനകത്താണ് ഇമ്പോർട്ടൻറ്റ്. മൈദ ഉണ്ടാക്കുന്ന പ്രോസസ്സ്? മൈദ ഉണ്ടാക്കുന്നില്ല, മൈദ ഏത് മൈദ ഉപയോഗിച്ചു, ഏത് സമയത്ത് ഇട്ടു, എങ്ങനെ ഇട്ടു, ഒന്നിച്ചുകൊണ്ട് ഇടുവാണോ ചെയ്യുന്നത്, സ്ലോവില, അതൊക്കെ ഫാക്ടറാണ്. ഓക്കെ. അതിനകത്ത് തന്നെ പല ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ആ ചെക്ക് പോയിന്റ്സ് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ചെക്ക് പോയിന്റ്സ് ഉള്ള പോലെ ഇതിനകത്ത് ഓരോ പ്രോസസ്സിനകത്താണ് ഇമ്പോർട്ടൻറ്റ്, ഇൻഗ്രീഡിയൻസും പ്രോസസ്സും. ഈ മൈദയുടെ ചെക്ക് പോയിന്റ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മൈദയുടെ ചെക്ക് പോയിന്റ്സ് എന്താ വെച്ചാൽ ആദ്യം ഓരോ മൈദയ്ക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ജാം റോളിന് പറ്റിയ മൈദ ഏതാണെന്ന് ആദ്യം ആ സ്പെക്ക് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതിന് പിന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ കീപ്പ് ചെയ്യേണ്ട മൈദ മെഷിനകത്ത് അരിച്ച് മാത്രം എടുക്കുക എന്നുള്ള സംഗതി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്ന സംഗതി, ഇപ്പോൾ ഒന്നിച്ചിടേണ്ടതാണോ സ്ലോവിലിടേണ്ടതാണോ, അപ്പോൾ ഏത് സ്പീഡിലായിരിക്കണം, അപ്പം മെഷീൻ കറങ്ങേണ്ടത് അല്ലെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറുണ്ട്, പ്രോസസ്സ് തന്നെ. പൈനാപ്പിൾ എങ്ങനെ എടുക്കുക? പൈനാപ്പിളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പൈനാപ്പിളിനെ ശ്രദ്ധിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണോ ഈ പൈനാപ്പിൾ. ഓക്കെ. അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിങ് എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്, ഏത് സമയത്താണ് ഉണ്ടാകുന്നത്. പണ്ടൊക്കെ പൈനാപ്പിൾ ഉണ്ടാകുന്നത് ഒരു സീസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ പൈനാപ്പിൾ എപ്പോഴും അവൈലബിൾ ആണ്. അതിന് കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ പ്ലാന്റേഷൻ നടക്കുന്ന ഇടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രോപ്പ് റീഡു ചെയ്യാൻ നേരത്ത് ആ സമയത്ത് 5 വർഷം പൈനാപ്പിൾ ഗ്രോ ചെയ്യാനായിട്ട് ഈ കോൺട്രാക്ടേഴ്സ് ഈ സ്ഥലം കോൺട്രാക്ട് എടുക്കും. അപ്പോൾ അതിന് ആ പീരീഡിൽ അവർ പൈനാപ്പിൾ ഗ്രോ ചെയ്യും 5 വർഷത്തേക്ക്. ഓക്കെ. 5 വർഷം ആകുമ്പോഴേക്കും ഈ റബ്ബർ സാപ്ലിങ്സ് അവർ നട്ടിട്ടുണ്ടാകും. അത് ആ സമയമാകുമ്പോഴേക്കും ഷെയ്ഡൊക്കെ ആയി കഴിയുമ്പോൾ പൈനാപ്പിൾ കൃഷി നിർത്തും, പിന്നെ അടുത്ത സ്ഥലത്ത്. അപ്പം അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഇത് ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. അപ്പോൾ ബൈ ദ ടൈം ഈ റബ്ബർ ട്രീ ഗ്രോ ചെയ്ത് വരുമ്പോഴേക്കും 5 വർഷമെങ്കിലും പൈനാപ്പിൾ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇതിന് പൈനാപ്പിൾ ഏത് സീസണിലും ഉണ്ടാവും? ഇപ്പോൾ ഏത് സീസണിലും ഉണ്ട്, മിക്കവാറും എല്ലാ സീസണിലും ഉണ്ട്. ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ എപ്പോഴും ഉണ്ട്. അത് ഈ സിസ്റ്റം കൊണ്ടാണ്. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനെ റബ്ബർ കൾട്ടിവേഷൻ എപ്പോഴാണ് പിന്നെ ഒരു എസ്റ്റേറ്റ് മാറ്റിയെടുക്കുന്ന അറിയാമ്പോൾ അവിടെ ആക്കും, പിന്നെ അടുത്ത മാസമായിരിക്കും. അപ്പോൾ സീസണിലായിട്ട് അല്ലാതെ ഇപ്പോൾ എല്ലാ സീസണും പൈനാപ്പിൾ. അത് നല്ലതാണോ? കൃഷിക്ക് കർഷകർക്ക് നല്ലതാണ്, കൃഷിക്കാർക്ക് നല്ലതാണ്. പിന്നെ ഇത് നേരിട്ട് ലാൻഡിന് ഓണേഴ്സ് അല്ല കൃഷി ചെയ്യുന്നത്. കൃഷിയായിട്ട് സെറ്റപ്പ് ആൾക്കാരുണ്ട്, ദേ ആർ എക്സ്പെർട്സ് ഇൻ ദാറ്റ്. അവർക്കെല്ലാം മെഷീനറിയും എല്ലാം ഉണ്ട്. അവർ വളരെ ഫാസ്റ്റായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ടാണ് ആ പ്രദേശത്ത് നടക്കുന്നത് സാധ്യത. കാരണം അത്രയധികം പൈനാപ്പിളാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലേക്കും ബോംബെയിലേക്കും എല്ലാം പോകുന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് കൂടുതൽ. ട്രേഡിങ് സീസൺ വാഴക്കുളമാണ് ആയിരുന്നു. ഇപ്പം മെയിനായിട്ട് പോകുന്നത് കാഞ്ഞിരപ്പള്ളി സൈഡ്. കാഞ്ഞിരപ്പള്ളി മാറിയോ? പൈനാപ്പിൾ വാഴക്കുളത്താണ് അതിൻ്റെ മാർക്കറ്റ്. ഓക്കെ. പക്ഷേ ഗ്രോ ചെയ്യുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി ആ പ്രദേശങ്ങളിലാണ്. ഇപ്പം ഇങ്ങോട്ട് വരും, പക്ഷേ പൈനാപ്പിൾ വാഴക്കുളത്തേക്ക് വരില്ല. വാഴക്കുളത്ത് കമ്പ്യൂട്ടറിൽ കൂടെ ആയിരുന്നു കൊട്ടേഷൻ പിടിക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണ്. ട്രക്കൊക്കെ കാഞ്ഞിരപ്പള്ളി നേരെ ജയ്പൂർക്കാണ് പോകുന്നത്. പക്ഷേ ഓൺലൈനായിട്ടുള്ള സംഗതി ടെക്നിക്കലി ഓർഡർ ചെയ്തെല്ലാം വാഴക്കുളത്തായിരിക്കും. അത് ശരി. അവരുടെ ഓഫീസുകളും അവരുടെ സംഗതികളെല്ലാം പിന്നെ ശരി മാർക്കറ്റിംഗ് ഓഫീസെല്ലാം വാഴക്കുളത്തായിരിക്കും. പക്ഷേ റിയാലിറ്റിയിലുള്ള ആൾക്കാരും എല്ലാം കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി ആ പ്രദേശങ്ങളിലായിരിക്കും. വാഴക്കുളമാണ് പൈനാപ്പിളിന്റെ സെന്ററായിട്ട് അറിയപ്പെടുന്നത്, ഹബ്ബായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ കൃഷി നടക്കുന്നത് ഇവിടെയാണ്. കൃഷി നടക്കുന്നതെല്ലാം കൂടുതലും വാഴക്കുളത്ത് പൈനാപ്പിളിലൊക്കെ കൾട്ടിവേഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വന്നിരിക്കുക. അവിടെ കുറച്ചും കൂടെ സിറ്റി ഡെവലപ്പ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ ആൾക്കാർക്ക് കൃഷി ചെയ്യാനായിട്ട് ആൾക്കാരില്ല.
പിന്നെ കുറച്ചും കൂടെ ഫെർട്ടൈൽ സോയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി, എരുമേലി, മുണ്ടക്കയം, മണിമല അങ്ങനെയുള്ള ആ ബെൽറ്റിലാണ് കൂടുതലും ഈ പൈനാപ്പിൾ പറ്റിയ ക്ലൈമറ്റ് എന്നുള്ള പിന്നീട് മനസ്സിലായി. അച്ഛൻ്റെ പക്ഷേ പണ്ടേ മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെയാണ് അവിടെ പൈനാപ്പിൾ ജാം റോൾ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം. ഇപ്പോൾ അതിന് നമുക്ക് അവൈലബിലിറ്റി ഓഫ് പൈനാപ്പിൾ എന്ന് പറയുന്ന സംഗതി ഇഷ്യൂ അല്ല. സൂപ്പർ. ഇപ്പോൾ കുഞ്ചൂസ് ജാം റോളിൻ്റെ ഹൈലൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ജാം റോളാണ്. അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിളിനെ കുറിച്ച് ഇത്രയും സംസാരിക്കുന്നത്. ഇപ്പോൾ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. പക്ഷെ കാഞ്ഞിരപ്പള്ളി അങ്ങനെ ഫേമസ് ആവാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ പണ്ട് തൊട്ടേ പൈനാപ്പിൾ ഉണ്ടല്ലോ. കാഞ്ഞിരപ്പള്ളി പക്ഷേ ഒരു 10-50 വർഷത്തിന് മേലെയായിട്ട് റബ്ബറിലാണ് കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി മെൻ ഫോർ റബ്ബർ എന്നുള്ളതാണ്. എല്ലാവരും റബ്ബർ ബാക്ക് ടു ബാക്ക് റബ്ബർ കൾട്ടിവേഷൻ നടക്കും. അപ്പോൾ റബ്ബറിൻ്റെ ഒരു സെൻറ്ററാണ് കാഞ്ഞിരപ്പള്ളി. പിന്നെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കർഷകർ, ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളവർ, അവരാണ് ഐഡിയ ഇട്ടത് പൈനാപ്പിൾ ഈ ഗ്രോ ചെയ്യുന്ന 5 years ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കൃഷി അത് ആ സമയത്ത് 5 years ചെയ്യാം, അതിനുള്ള കോസ്റ്റെല്ലാം ഇവർക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നതുകൊണ്ടാണ് പൈനാപ്പിൾ ബൂം ഉണ്ടായത്. കറക്റ്റ്. സൂപ്പർ. അപ്പോൾ വാഴക്കുളത്ത് ഓർഡർ ചെയ്യുന്ന പൈനാപ്പിൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നതായിരിക്കും ചിലപ്പോൾ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മണിവല ആ ഏരിയയിൽ നിന്ന് വരുന്നതായിരിക്കും കൂടുതലും. ഓക്കെ. പുറത്തത്തെ ബേക്കറിയും നമ്മുടെ ഇവിടുത്തെ ബേക്കറി എന്നുള്ള വ്യത്യാസം എന്താ സാർ? ഇത്രയും 45 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ ബേക്കറി. എല്ലായിടത്തും പോയിട്ട് ഞാൻ ബേക്കറിയുടെ സ്റ്റഡി ചെയ്തിട്ടില്ല, പക്ഷേ ജനറൽ ഒബ്സർവേഷൻ ആദ്യം ഒബ്സർവ് ചെയ്യുക, ആദ്യം കണ്ണത്തെ ബേക്കറിയിലല്ലേ? അതെ അതെ, അത് തീർച്ചയായിട്ടും. അവിടുത്തെ സംഗതി വെച്ചാൽ കഴിയുന്ന ഒരു ട്രാൻസ്ഫാറ്റ് കുറവാണ്. ഓക്കെ, അത് കുറയ്ക്കണം. ബട്ടറും അങ്ങനെയുള്ള സാധനം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ സംഗതി. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ട്രാൻസ്ഫാറ്റുള്ള ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. അപ്പോൾ ടേസ്റ്റിനകത്തൊക്കെ ഒരു ക്രോസ്വാൻ ഫ്രാൻസിൽ നിന്ന്, പാരീസിൽ നിന്ന് കഴിക്കുന്നു, കേരളത്തിൽ നിന്ന് സെയിം സാധനം, ലുക്കൊക്കെ സെയിം ആണ്, ലുക്ക് ആൻഡ് ഫീൽ സെയിം ആണ്, പക്ഷേ ടേസ്റ്റ് കടിക്കുമ്പോൾ വ്യത്യാസം. അല്ല, ഏതെങ്കിലും ഐറ്റം ആയിക്കോട്ടെ. ഈ ട്രാൻസ്ഫാറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? പപ്സിലാണെങ്കിലും ബേക്കറി ഐറ്റംസിലാണെങ്കിലും. അപ്പോൾ പപ്സിനകത്ത് സാധാരണ രീതി പപ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ട്രാൻസ്ഫാറ്റ് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വളരെ കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം ബട്ടർ വെക്കേണ്ടത്. ഇല്ലെങ്കിൽ ബട്ടർ മെൽറ്റായി പോകും. അപ്പോൾ അതിനകത്ത് സ്റ്റോറേജ്, ഫ്രീസിങ് യൂണിറ്റുകളും ഫ്രീസിങ് ആയിട്ടുള്ള സംഗതികളൊക്കെ അറ്റാച്ച് ആയിട്ട് വേണം. അപ്പോൾ അത് കാരണം ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി ഇഫ് യു ആർ യൂസിങ് ബട്ടർ. ഈ പപ്സ് പോലുള്ള സംഗതി, പപ്പേസ്റ്റ്, അതുകൊണ്ടാണ് ബട്ടർ ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് ബട്ടർ ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ റീസൺ പിന്നെ കോസ്റ്റും. പപ്സ് ഒരു 20 രൂപയ്ക്ക് ഒരു പപ്സ് വേണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫാറ്റ് ഉപയോഗിച്ചേ പറ്റുള്ളൂ നമുക്ക് ഉണ്ടാക്കാനുണ്ട്, കാരണം മറ്റേ അഫോർഡ് ചെയ്യില്ല. കുഞ്ചൂസ് ജാം റോൾസിൻ്റെ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ എന്താണ് ആസ് എ ഓൺട്രപ്രണർ ജയൻ ചേട്ടൻ്റെ? എൻ്റെ ആഗ്രഹം കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിൻ്റെ മെസ്സേജ് എത്തുക. എന്താ മെസ്സേജ്? മെസ്സേജിനോ ഇങ്ങനൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്ത് ചെയ്യാമെങ്കിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തുമാത്രം സാധ്യതകളാണ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ള ഒരു മെസ്സേജ്. പിന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാർ ചെറിയ ചെറിയ ബേക്കറികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. വലിയ സ്ഥാപനങ്ങളെക്കാട്ടും കൂടുതലും ചെറിയ കുഞ്ഞു ബേക്കറികൾ, ചെറിയ ചെറിയ ഹോം ബേക്കറികളും ഓരോ കേരളത്തിൽ ഓരോ കുഞ്ഞു ബേക്കറി ആയിട്ട് അവർക്ക് പറ്റുന്നേ ഉള്ളൂ. അപ്പം കഴിയുന്ന അവർ തന്നെ അല്ലെങ്കിൽ പോലെ ഓപ്പണേഴ്സ് വരാൻ പറ്റുന്നതാണ് ഈ ബേക്കിംഗ്. അപ്പോൾ അത് വിദേശത്താണെങ്കിലും മലയാളികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ ബേക്കിംഗ്. കുഞ്ചൂസ് ജാം റോളിൻ്റെ ഹാപ്പിനെസ് 94 വർഷത്തെ സ്റ്റോറി ആളുകളിലേക്ക് ഒരുപാട് പേർക്ക് എത്തിക്കാൻ പറ്റട്ടെ. ഇനി താങ്ക് യു സോ മച്ച് തിരക്കിനിടയിലൂടെ വന്നതിന്. താങ്ക് യു സോ മച്ച് റാഫിക്കും എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും.